ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈഫ് ഫാസ്റ്റ് കോൺ ഓൾവേസ് പോസിറ്റീവായി. തമിഴകത്തിൻ്റെ യൂത്ത് ട്രെൻഡ് സെറ്റർ എന്ന് പറയാം ഇദ്ദേഹത്തെ, പ്രദീപ് രംഗനാഥൻ. ഡയറക്ടറും ആക്ടറുമായ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രം ഡ്രാഗണ് ഫെബ്രുവരി 21 തിയേറ്ററുകളിലേക്ക് എത്തും. അപ്പോൾ ഡ്രാഗൻ്റെ ട്രെയിലർ അണിയറ പ്രവർത്തകർ യൂട്യൂബിലൂടെ പുറത്തുവിട്ടു. ഞാൻ കാണുമ്പോൾ 11 മില്യൺ വ്യൂസും കടന്ന് മുന്നോട്ട് കുതിക്കുകയാണ് ഡ്രാഗൺ ട്രെയിലർ എന്നത്. പക്ഷേ അപ്പോൾ ഈ ട്രെയിലറിനെ കുറിച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും ഇതൊരു ട്രെൻഡ് സെറ്റിംഗ് ആകാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട്. കാരണം നല്ലൊരു യൂത്തിൻ്റെ ഇടയിൽ ഒരു വൈബ് ഉണ്ടാക്കാനായിട്ടൊരു സംഭവമായിട്ടാണ് ഇപ്പോൾ പ്രദീപ് രംഗനാഥൻ വന്നിരിക്കുന്നതെന്ന് പറയാം. കാരണം അദ്ദേഹം ഹീറോ ആയിട്ട് അഭിനയിച്ച ആദ്യ ചിത്രം, അതായത് 2022 പുറത്തിറങ്ങിയ ലവ് ടുഡേ, വലിയ സക്സസ് ആയിരുന്നു. തമിഴ്നാട്ടിൽ വലിയ വിജയമായിരുന്നു. അതായത് ആ ഒരു ട്രെൻഡ് സെറ്ററായിട്ട് മാറിയ ഒരു ചിത്രമായിരുന്നു ലവ് ടുഡേ എന്നത്. കാരണം കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുത്ത നിർമ്മാണ കമ്പനി ഏജിയസിന് കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുത്തൊരു സിനിമയായിരുന്നു ലവ് ടുഡേ എന്നത്. അതേ ഏജിയസ് തന്നെയാണ് ഈ സിനിമയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡ്രാഗൺ സിനിമയും. പ്രദീപ് രംഗനാഥൻ തന്നെ സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിത്രമായിരുന്നു ലവ് ടുഡേ. ഇതിൽ പ്രദീപ് രംഗനാഥൻ്റെ കഥയും അതോടൊപ്പം പ്രദീപ് രംഗനാഥൻ തന്നെയാണ് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്. ഡയറക്ടർ അശ്വന്ത് മാരിമുത്തുവാണ്. അശ്വന്ത് മാരിമുത്തിനെ കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് ഡ്രാഗൺ. ആദ്യ സിനിമ 2020 പുറത്തിറങ്ങിയ ഓമൈ കടവുള എന്ന ചിത്രമായിരുന്നു. അശ്വന്ത് മാരിമുത്തും പ്രദീപ് രംഗനാഥനും വളരെ കാലങ്ങളായിട്ട് സുഹൃത്തുക്കളാണ്, ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ ഈ ഇരുവരും തമ്മിൽ ഒന്നിക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഓൾറെഡി തമിഴ് സിനിമയിലുണ്ടെന്ന് പറയാം. അതോടൊപ്പം പ്രദീപ് രംഗനാഥൻ്റെ അവസാന ചിത്രം ലവ് ടുഡേ, അല്ലെങ്കിൽ 2021 പറഞ്ഞ ലവ് ടുഡേ വലിയൊരു ഹിറ്റായിരുന്നു, വലിയൊരു സക്സസ് ആയിരുന്നു തമിഴ്നാട്ടിൽ. അപ്പോൾ അദ്ദേഹത്തിന് മേലിലും ഓൾറെഡി ഓഡിയൻസിന് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഇടയിൽ വൈബ് ഉണ്ടാക്കാൻ സാധിക്കുന്ന സൈസ് സിനിമകളാണ് അദ്ദേഹം എടുക്കുന്നത് തന്നെ. ലവ് ടുഡേ ആയിക്കോട്ടെ, ഇപ്പോൾ ഇതായിക്കോട്ടെ, ഒരു കോളേജ് ജീവിതം അല്ലെങ്കിൽ കോളേജ് ക്യാമ്പസുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറി. മറ്റ് അഭിനേതാക്കളെ കുറിച്ച് നോക്കുമ്പോൾ അനുപമ പരമേശ്വരൻ, പ്രേമം ഫെയിം അനുപമ പരമേശ്വരൻ, അതോടൊപ്പം മറ്റ് അഭിനേതാക്കൾ അനുപമ പരമേശ്വരനുണ്ട്. അതോടൊപ്പം മറ്റ് അഭിനേതാക്കൾ കയാദു ലാഹോർ അവരുണ്ട്. അങ്ങനെ നീണ്ടുപോകുന്ന കാസ്റ്റിങ്. സ്നേഹയെ കണ്ടു ചിത്രത്തിൽ. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഈ ട്രെയിലർ കാണുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ശിവാർത്തിൻ്റെ ഡോണ്, അതോടൊപ്പം ഹിപ്പോപ്പ് ആദിയുടെ മ്യൂസിയം മുറുക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഓർമ്മ വന്നെങ്കിലും ഒരു വൈബ് ചിത്രം, അല്ലെങ്കിൽ യൂത്തിനൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈബ് ചിത്രമായിട്ടാണ് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത്. കോളേജ് ക്യാമ്പസും അതും അവിടെ നടക്കുന്ന സംഭവങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയൊക്കെ ആകുമ്പോഴത്തേനും യൂത്ത് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടൊരു സിനിമ. അതും പ്രദീപ് രംഗനാഥനൊക്കെ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് ഓൾറെഡി യൂത്തിൻ്റെ ഇടയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചതാണ് ലവ് ടുഡേയിലൂടെ. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ഇതിനും ഉണ്ടാകും. നല്ലൊരു ഓപ്പണിംഗ് കിട്ടാനും ചാൻസ് ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഫെബ്രുവരി 21 ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. ഡ്രാഗണ് അശ്വന്ത് മാരിമുത്തുവാണ് ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. സിനിമാറ്റോഗ്രാഫി നികേഷാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ലിയോൺ ജെയിംസ് ആണ് ഇതിനെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. BGM ഒക്കെ കൊള്ളായിരുന്നു ട്രെയിലർ കണ്ടപ്പോൾ. ഏതായാലും യൂത്തിൻ്റെ പൾസ് അറിഞ്ഞുകൊണ്ടൊരു സിനിമയാണ്. പിന്നെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് പറയാം. കാരണം ഒരു എക്സ്പെക്റ്റേഷൻ നൽകുന്നൊരു ട്രെയിലർ, അല്ലെങ്കിൽ യൂത്തിനൊരു അടിപൊളി വൈബ് നൽകാൻ ഒരു അടിച്ചുപൊളി ചിത്രം എന്ന രീതിയിലാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ പ്രദീപ് രംഗനാഥിൻ്റെ ആ നാച്ചുറൽ ആക്ടിങ്ങും ലവ് ടുഡേയിലൊക്കെ നമ്മൾ കണ്ടതാണ്. നല്ലൊരു ഒരു എനർജറ്റിക് പെർഫോമർ എന്ന് തന്നെ പറയാം. പ്രദീപ് രംഗനാഥനെ കുറിച്ച് നോക്കുമ്പോൾ കോമാളിയാണ് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ. അതിൽ അദ്ദേഹം അഭിനയിച്ചിട്ടില്ല, കോമാളിയായിരുന്നു സംവിധാനം ചെയ്ത സിനിമ. ജയൻ രവിയെ വെച്ച് ആദ്യ സിനിമേനെ വലിയ ഹിറ്റായിരുന്നു. അതിനുശേഷം ലവ് ടുഡേ അദ്ദേഹം മറ്റ് ഹീറോസ് അഭിനയിക്കാൻ വിസമ്മതിച്ചുകൊണ്ടാണ് അദ്ദേഹം ഹീറോ ആയിട്ട് അഭിനയിച്ചത്. അദ്ദേഹം തന്നെ ഡയറക്ടർ ചെയ്തത്. ആ ചിത്രം വലിയ വിജയം നേടി. കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ ലാഭം ഏജിയസിന് ഉണ്ടാക്കി കൊടുത്ത സിനിമയായിരുന്നു ലവ് ടുഡേ എന്നത്. ഇപ്പോഴാ ഒരു കോംബോ വീണ്ടും ഒന്നിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടൊരു എക്സ്പെക്റ്റേഷൻ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും നല്ല അടിപൊളി കളർഫുള്ളായിട്ടൊരു ട്രെയിലറാണ് അണിയറ പ്രവർത്തകർ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ഡ്രാഗൺ. ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.